നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 അടിപൊളിയായിട്ടൊരു ലൊക്കേഷൻ ആദ്യം തന്നെ പറയാം. നല്ല രീതിയിൽ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇന്റീരിയർ സൈഡ് ഒരു രക്ഷയുമില്ലാത്ത ഇതാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ എൻട്രി, കഴിഞ്ഞ സീസണിലൊക്കെ ലാലേട്ടൻ വന്നതെല്ലാം സൂട്ടും കോട്ടും ഒക്കെ അണിഞ്ഞാണെങ്കിൽ ഈ പ്രാവശ്യം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നല്ല നാടൻ കൈലി, കറുപ്പ് നീല അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കൈലിയും, അതുപോലെ തന്നെ നല്ല ഡ്രസ് കോഡും, അതുപോലെ തന്നെ ഒരു മാല, ഒരു ഡയമണ്ട് ടൈപ്പ് ഈ സ്റ്റോണൊക്കെ വെച്ചൊരു മാലയൊക്കെ ഇട്ട് നല്ല എൻട്രി ലാലേട്ടൻ്റെ സൂപ്പർ. പിന്നെ പറയേണ്ടത്, ഇതിനകത്തിലേക്ക് 7ന്റെ പണി തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ, അത് ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ലാലേട്ടൻ പറഞ്ഞിരുന്നു 7ന്റെ പണിയുണ്ടെന്ന്. കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടത് നേരെ വന്ന് എൻട്രി ചെയ്ത് കയറുക, അവരെ ഇൻവൈറ്റ് ചെയ്തു, അവരുടെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു, ഡീറ്റെയിൽസ് കാണിച്ച് അങ്ങനായിരുന്നു എൻട്രി. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. ഈ 7ന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു. കാര്യം ഇവരുടെ ഈ കണ്ണ് കെട്ടിയിട്ട് ഇവരുടെ പേരെഴുതിയ ഒരു ബാഡ്ജ് വെക്കും, അവിടെ വെച്ചേക്കും ഈ 19 പേർക്കുള്ള. എന്നിട്ട് അത് പോയിട്ട് ഇവരുടെ കൂടെ വരുന്ന ആള് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും. അപ്പം റനീഷ ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് അയ്യോ സഹിക്കാൻ പറ്റത്തില്ല, റനീഷ JCB-ക്കകത്തൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയാ കട്ടിക്കൂട്ടുന്നതെന്ന് നമുക്കറിയത്തില്ലേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ടാസ്ക് പോയി ഈ ഫ്രണ്ട് ഈ ബാഡ്ജ് എടുത്ത് കഴുത്തിൽ അണിഞ്ഞതിന് ശേഷം കണ്ണ് കെട്ടിയേക്കുന്നത് ഉരുട്ട് ഒരു റെഡ് കളർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഗ്ലാസ്സിൽ കൈപതി. അത് എത്ര ടൈം എന്നുള്ളതാണ്. അതിനകത്തിൽ വിജയിച്ച് വരുന്നവർക്കാണ് അകത്തേക്ക് എൻട്രി കൊടുത്തത്. പക്ഷെ എല്ലാവരും മേടിച്ച് വിജയിച്ചെന്ന്, പക്ഷെ വിജയിച്ചതല്ല, അതിനകത്തിലെ 3 പേരെ സെലക്ട് ചെയ്തു. അവരുടെ ടൈമിങ് 19 സെക്കൻഡില് ആര്യൻ, അതുപോലെ ബിന്നി സെബാസ്റ്റ്യൻ, ഷാനവാസ്, ഇവർക്ക് 3 പേർക്കാണ് ഈ സ്റ്റാർ കൊടുത്തേക്കുന്നത്. ഇവർ കയ്യെ കിട്ടുന്ന ഒരു ചെയിൻമാതിരി ഒരു സാധനമാണ് ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ബാഡ്ജ് ഇവർക്ക് കൊടുത്തപ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന ഇവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ തന്നെ ബായും മറ്റ് സാധനങ്ങളും എല്ലാം ഇവർക്ക് അകത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കും. മറ്റുള്ളവർക്ക് അത്യാവശ്യം ഒരു ഡ്രസ്സും പേസ്റ്റും ബ്രഷും ഒക്കെ അല്ലെങ്കിൽ ചാക്കും മടിയൊക്കെ കൊടുത്തതാണ് പറഞ്ഞത്. എന്തായാലും ശരി, ഈ പണിപ്പുര എന്ന് പറഞ്ഞ് ഈ പണി കൊടുക്കുന്ന പുരയാണ് പണിപ്പുര. ലാലേട്ടൻ അതായത് ഇച്ചിരി പഴയതിൽ നിന്നൊക്കെ ഒരു കുറച്ച് കണ്ടന്റ് വ്യത്യാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 7ന്റെ പണി ഇന്ന് 8ന്റെ പണിയായിട്ട് തുടങ്ങും. എന്ന് വെച്ചാൽ ഈ 3 പേരുടെ കയ്യിൽ കിടക്കുന്ന ബാഡ്ജ് അടിച്ചു മാറ്റാം, പറിക്കാം, ഉറങ്ങുമ്പം ഊരി വെക്കുമ്പോൾ എടുക്കാം എന്ന് വേണ്ട. എന്തിന് ആര്യൻ ബാത്റൂമിൽ കയറി ഇരിക്കുകയായിരുന്നാ പറഞ്ഞതിൽ ഇത് അടിച്ചുകൊണ്ട് പോകുമെന്നും പറഞ്ഞു. അപ്പൊ ഇത് ഏത് സമയം ഇത് എടുക്കുന്നോ അവർക്ക് അവരുടെ ബാഗും പെട്ടിയൊക്കെ അകത്തേക്ക് കൊടുക്കും. ഇപ്പൊ ആര്യന്റെ ഈ ബാഡ്ജ് നഷ്ടപ്പെടുകയാണെങ്കിൽ ആര്യന്റെ ബാഗ് തിരിച്ചു വെക്കും എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ശരി, പുതിയ പണി എന്ന് പറയുന്നത് ഇതാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം പണികൾ ഇനിയിപ്പം ഈ രീതി തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ പണ്ട് നമ്മൾ തുടങ്ങി കഴിയുമ്പം സീസണിന്റെ 4ഉം 5ഉം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു അനക്കമില്ലാത്ത രീതിയിൽ കയറി വന്ന് പിന്നെ കുറെ കഴിയുമ്പോഴാണ് അടിയൊക്കെ തുടങ്ങുന്നത്. ഇതിനകത്തിൽ ഓരോ കണ്ടസ്റ്റന്റിനും നമ്മൾ ഇതിനകത്തിൽ എന്റർടൈൻ ചെയ്യുന്നവരുണ്ട്, പാട്ട് അതുപോലെ പടം വരയ്ക്കുന്നവരുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുള്ള അഭിനയം, കോമഡി, എല്ലാ കരയുന്നവർ, സെന്റിമെന്റ്സ് വർക്കൗട്ട്, എല്ലാ അനുമോളെ കൂട്ടുള്ളവരെയൊക്കെ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും പുതുമയുള്ള ഒരു ബിഗ് ബോസ് നമുക്ക് പ്രതീക്ഷിക്കാം. തുടങ്ങുമ്പോഴേ അടി തുടങ്ങും, വലിയ കുഴപ്പമില്ലാത്ത അടി ഇന്ന് മുതൽ തുടങ്ങും. കാര്യം അതിനുള്ള ഒരു രീതിയിലാണ് അവര് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന പ്രോഗ്രാം. അതാണ് ഈ 7ന്റെ പണി തുടങ്ങുമെന്ന് പറഞ്ഞത്. ലാലേട്ടൻ വന്ന് വാഴകളെല്ലാം പൂമ്പടിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സംഭവം ഇതാണ്. പിന്നെ ലാലേട്ടന്റെ ഈ ചില അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ചില പോരായ്മകൾ മാതിരി തോന്നും. കാര്യം ഇത്രയും വലിയൊരു ബിഗ് ബോസിലേക്ക് കയറുമ്പം, ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ കയറുമ്പോൾ ഉള്ള ചില കാര്യങ്ങളൊക്കെ വെറും നിസ്സാരമായി
കൈകാര്യം ചെയ്യുന്ന മാതിരി തോന്നുന്നു. പല എൻട്രികളിലും പല ക്യാമറ സൈഡൊക്കെ നോക്കുമ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിപ്പോൾ വരും ദിവസങ്ങളൊക്കെ മാറി. കഴിഞ്ഞ ദിവസം പോയി പറ്റുന്നുള്ളൊരു ഷോട്ട് ആണെന്നുമാണ് നമ്മൾ അറിഞ്ഞത്. ലാലേട്ടൻ്റെ സമയക്കുറവാണ് ഇതിന് കാരണം. കാര്യം എല്ലാ ആഴ്ചയും ഇനി അവിടെ പോകും. ഇതിന്റെ കണ്ടിന്യൂസ് ഷൂട്ടും പരിപാടിയും എല്ലാം ചാർട്ട് ചെയ്തേക്കാണ്. പിന്നെ ഇതിനകത്തില് ഇന്റീരിയർ പറയാനാണെങ്കിൽ നല്ല രീതിയിലാണ് അതിന്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ബർജർ പെയിന്റ് അടിച്ചിട്ട് അവരുടെ കമ്പനിയുടെ പ്രൊമോഷനാണെന്ന് തോന്നുന്നു. ബർജറിന്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ബർജർ പെയിന്റ് ഉപയോഗിച്ച് കമ്പനികളുടെ അവരെ കൊണ്ടാണ് ഇത് ചെയ്യിച്ചേക്കെന്ന് തോന്നുന്നു. വളരെ രീതിയിൽ പിന്നെ ഒരു കണ്ടംപററി സ്റ്റൈലില് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് വളരെ വൈവിധ്യമാർന്ന ഒരു എക്കോ ഫ്രണ്ട്ലി കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതിൽ ശ്രദ്ധിക്കാതെ. പിന്നെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. വെളിയിൽ വളരെ വിശാലമായ ഒരു ഗ്രൗണ്ടാണെന്നാണ് ക്യാമറയ്ക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാത്തില്ല അവിടെ പറയുന്നു. വളരെ വലിയൊരു ഗ്രൗണ്ടാണ്. സ്വിമ്മിംഗ് പൂളിൽ കുളിസീൻ ആർക്കും കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ ഗ്രൗണ്ട് ഇത്ര ഉള്ളപ്പോൾ നമ്മൾ ആലോചിച്ചോണം, വലിയ പണിയാണ് ഇത്. 7ന്റെ പണിയല്ല 8ന്റെ പണി അവിടെ കൊടുക്കാനാണ് ഈ ഗ്രൗണ്ട് വെച്ചേക്കുന്നത്. അല്ലാതെ അവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, കോമൺ ആയിട്ട് ഒരൊറ്റ ഹാളിൽ ഇങ്ങനെ കർവായിട്ട് ഈ ബെഡ് സെറ്റ് ചെയ്തേക്കുന്നു. 20 ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 19 പേര് ഇപ്പോൾ കയറിയിട്ടുണ്ടല്ലോ. ഒരാൾ കോമണർ അനീഷ്. അപ്പൊ ഇത്രയും പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെയാണ്. പിന്നെ ബാത്റൂം കുഴപ്പമില്ല, കിച്ചൺ സൈഡ് ഡൈനിങ് എല്ലാം വളരെ 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 ബ്യൂട്ടിഫുൾ. അതായത് ഒരു ഹോളിവുഡ് എഫക്റ്റ് ആണ് ഈ ഇത് കാണുമ്പോൾ ഉള്ളത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഇന്നത്തെ അടിയോടുകൂടി നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടും. അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറിയവരുടെ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ഈ അപ്പാനി ശരത്ത്, ഇദ്ദേഹം പിന്നെ അങ്കമാലി ഡയറീസിലൂടെ കയറി വന്ന ഒരു ആക്ടറാണ്. പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടറാണ്. ഗീതാ ഗോവിന്ദം സീരിയലിലെ ഡോക്ടറാണ്. പക്ഷെ അഭിനയിക്കാനുള്ള ആവേശം കൊണ്ട് ആ പണി മാറ്റിയിട്ട് ഇതിന് വന്നേക്കുകയാണ്. പിന്നെ നമുക്കറിയാം രേണുസുതിക്ക് ആദ്യം മുതലേ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. കാര്യം രേണുസുതിയുണ്ട്, പിന്നെ ശാരിക, നമുക്ക് അങ്ങോട്ട് വരാം, ശാരികയുണ്ട്. ഇവരൊക്കെ പിടിച്ചിടുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞ 2 പേരുകളാണ് ശാരിക, രേണുസുതി. പിന്നെ അതുപോലെ RJ അഞ്ജലി ആയിരുന്നു പറഞ്ഞിരുന്നത്. അവരുടെ ചില ഇഷ്യൂസ് ആയിരിക്കും എന്തോ അവരെ മാറ്റി. എന്തായാലും കൊള്ളാം, വേറൊരു RJ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ രേണുസുതി രണ്ടും കൽപ്പിച്ചാണ്. രേണുസുതി പിന്നെ കയറിയപ്പോൾ തന്നെ ഇൻട്രോയിൽ സ്റ്റൈലൊക്കെ മാറ്റി, നല്ല ഹെയറൊക്കെ നല്ല രീതിയിൽ ഒരു സ്റ്റൈലിഷ് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടേക്കുന്നത്. ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ ഉള്ളത്. പിന്നെ സംസാര രീതി മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ. സോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് കയറ്റി എന്തൊക്കെയോ ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് രേണുസുതി. പിന്നെ ഒനിൽ സാബുവിനെ അറിയാം. അതായത് ഇത് ലോയറാണ്, പ്രൊഫഷൻ എന്ന് പറഞ്ഞ ലോയറാണ്. പിന്നെ ഫുഡ് ബ്ലോഗറാണ്. അങ്ങനെയുള്ളവരാണ് ഒനിൽ സാബു എന്ന് പറയുന്നത്. ശാരികയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററാണ്. ഇവര് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ എനിക്ക് തോന്നുന്നു 2 പേരാണോ 3 പേരാണോ 2 പേരെന്തായാലും ഉണ്ട്. അപ്പം ശാരിക എത്തിയിട്ടുണ്ട്. ശാരികയെ എല്ലാവർക്കും സോഷ്യൽ മീഡിയ കാണുന്നവർക്കൊക്കെ അറിയാം. ഹോട്ട് സീറ്റ് വന്ന് പൊരിപ്പിക്കുന്നതാണ്. കാര്യം ഈ രണ്ടും കൽപ്പിച്ചുള്ള ചില ആൾക്കാരെ അടി എവിടെ ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് അടി കൊടുക്കാനും വാങ്ങിക്കാനും കഴിവുള്ള ആളാണ് ശാരിക. പിന്നെ ശൈത്യ സന്തോഷ് ലോയറാണ്, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററാണ്. അതായത് ഇത് പിന്നെ മലയാളി വ്യൂവേഴ്സിനൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ് ശൈത്യ സന്തോഷ് എന്ന് പറയുന്നത്. അനീഷാണ് കോമണറായിട്ട് വന്നതാണ്. ഇയാളൊരു എഴുത്തുകാരനാണ്, ക്രിയേറ്ററാണ്, വ്ളോഗറാണ്. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ഈ അനീഷിനെ കുറിച്ച് പറയേണ്ടത്. അനീഷ് ആണ് ഫസ്റ്റ് എൻട്രി കിട്ടിയത് കേട്ടോ. കിട്ടിയപ്പോൾ തന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ അനുമോട് ഇവർ പരിചയക്കാരാണെങ്കിൽ പോലും അവിടെ വെച്ച് വലിയ പരിചയമൊന്നും കാണിക്കാതെ ഏതാണ്ട് ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ക്യാപ്റ്റനാകാൻ ഉള്ള ഒരു ചമഞ്ഞാണ് പുള്ളിയുടെ വരവ്. ഇനി അടുത്തത് നമുക്കറിയാം കലാഭവൻ സരിക എല്ലാവർക്കും അറിയാം. ഒരു
കൊമേഡിയൻ ഇതാണല്ലോ, മിമിക്സിലൂടെ വന്ന, കലാഭവനിലൂടെ വന്നതാണ്. പിന്നെ ഉള്ളത് അഭിശ്രീ. അഭിശ്രീയെയും ഏറെക്കുറെ അറിയാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, അതുപോലെ തന്നെ TV സീരിയലിലൊക്കെ ഉള്ളതാണ്. പിന്നെ അക്ബർ ഖാൻ. അക്ബർ ഖാനെ വെച്ചേക്കുന്നത് പാട്ട് പാടും, ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് ഒരു കണക്കാക്കിയാണ് വെച്ചേക്കുന്നത്. എല്ലാ പ്രാവശ്യവും സിംഗേഴ്സിനെ വെക്കാറുണ്ട്. പിന്നെ ഇവരൊക്കെ സിംഗേഴ്സ് ഒത്തിരി കാലം ഈ ചൂട് പിടിച്ചു കഴിയുമ്പോൾ അവർ ഔട്ടായി പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് മുൻഷി. മുൻഷി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏഷ്യാനെറ്റിന്റെ 2000 മുതൽ ഒരു സമയത്ത് സീരിയൽ കാണുന്നതിന് മുമ്പേ ഈ മുൻഷി കാണാതെ ആർക്കും ഉറക്കം വരാത്ത ഒരു സ്റ്റൈലായിരുന്നു മുൻഷി രഞ്ജിത്തിന്റെ എന്ന് വെച്ചാല് നല്ലൊരു കൊമേഡിയനാണ്, അഭിനയ രംഗത്തൂടെ തന്നെ വന്നിട്ടുള്ള ഒരാളാണ്. രഞ്ജിത്തിന്റെ അന്നത്തെ അതിനകത്തിലെ നല്ലൊരു റോളായിരുന്നു രഞ്ജിത്തിന് കിട്ടിയിരുന്നത്. അപ്പം കരുനാഗപ്പള്ളിയാണ് പുള്ളിയുടെ സ്വദേശം. അങ്ങനെ നമ്മുടെ ഈ ആലപ്പുഴയും കരുനാഗപ്പള്ളിയൊക്കെ ആയിട്ട് കുറച്ചു പേര് വന്നിട്ടുണ്ട്. ആര്യൻ കതോറിയൻ മോഡലാണ്, ആക്ടറാണ്, ക്രിക്കറ്റ് പ്ലെയറാണ്. അങ്ങനെ വന്നേക്കുന്ന ആര്യൻ കതോറിയ. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. RJ ബിൻസി ഉണ്ട്. RJ ബിൻസി പിന്നെ ഒരു നല്ലൊരു ആങ്കറാണ്. പിന്നെ വാചകം കൊണ്ട് RJ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത് അഖിലാൻ നൂറ. അതായത് അഖിലാൻ നൂറയെ കുറിച്ച് ഇവരെ ഒന്നായിട്ടാണ് എടുത്തേക്കുന്നത്. ലെസ്ബിയൻ കപ്പിളാണ് ഇവര് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഷാനവാസിനെ ഒരുതപ്പെട്ട മലയാളികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാം അറിയാം. സീത, ആ സീരിയലില് നല്ലൊരു അഭിനയം കാഴ്ചവെച്ചാണ്. പുള്ളിയും നല്ലൊരു എത്രത്തോളം ഫൈറ്റിൽ ഇതിനകത്ത് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ സ്റ്റൈലിൽ നിൽക്കത്തുള്ളൂ, അത് വിട്ടു പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സ്റ്റൈൽ നമ്മുടെ ബിഗ് ബോസിൽ എടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ നെവിൻ എന്ന് പറഞ്ഞ ഒരു കൊറിയോഗ്രാഫറാണ്, സ്റ്റൈലിസ്റ്റാണ്, ഡാൻസറാണ്, അങ്ങനെയുള്ള ഒരാളാണ്. പുള്ളി കുറെ ഡാൻസും കലാപരിപാടികളും ഒക്കെ ഇതിനകത്തിൽ നടത്തും. ഇച്ചിരി ഫൈറ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. നിസിൽ താക്കർ എന്ന് പറഞ്ഞ ഒരു, നമുക്കറിയാം, ഒത്തിരി മോഡൽ അഡ്വർടൈസ്മെന്റിലൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ അവരൊരു ഒരു എന്റർപ്രണറാണ്, വിദേശത്തൊക്കെ ബിസിനസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. ബോംബെയിൽ നിന്ന് വന്നതാണ്, ആലപ്പുഴക്കാരിയാണ്, സ്വദേശം ആലപ്പുഴയാണ്. അമ്മ ആലപ്പുഴക്കാരിയും അച്ഛൻ പഞ്ചാബിയുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ലൊരു മോഡലാണ് അവര്. പിന്നെ അടുത്തത് ഫാത്തിമയെ എല്ലാവർക്കും അറിയായിരിക്കും. ഇതിനകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആണ്. 19 വയസ്സേ ഉള്ളൂ. ഈ BBA ഒക്കെ കഴിഞ്ഞിട്ടിങ്ങനെ വ്ളോഗ് കണ്ടന്റ് ക്രിയേറ്ററാണ്, മോട്ടിവേഷണൽ ടോക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്. പിന്നെ നമ്മുടെ അടുത്തത് അനിമോളെ എല്ലാവർക്കും അറിയാം. കോമഡി ഡ്രാമാജിക്കിലൂടെ കയറി വന്നതാണ്. കരയാൻ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അനിമോളെ വെച്ചേക്കാണെന്നുള്ളത് ഏറെക്കുറെ നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങൾ അടിയുടെയും പിടിയുടെയും എന്തൊക്കെ നമ്മൾ കാഴ്ചകൾ കാണും. എന്തായാലും മലയാളികൾക്ക് ബിഗ് ബോസിന്റെ ഒരു എൻട്രി ആദ്യത്തെ ദിവസത്തെ വളരെ അതിനകത്തിലെ ആംബിയൻസ് വളരെ ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ ഡ്രസ് കോഡ് അത് പ്രത്യേകം എടുത്തു പറയണം. സൂട്ട് കോട്ടുമൊക്കെ പുള്ളിമുക്കാരൻ മാറ്റി വെച്ച്, പിന്നെ ഈയിടെ മീശ പിരിച്ചു വന്നത് ഇതിനോടൊക്കെ ഒരു സ്റ്റൈലിലാണെന്ന് ഇപ്പൊ നമുക്ക് തോന്നിപ്പോവും. വേറെ ഫിലിമിന്റെ ഉണ്ടെങ്കിൽ പോലും ഇതിനും ഒരു നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി പിരിച്ച മീശയുമായിട്ട് കയ്യിൽ കൊടുത്ത് ഒരു പഴയ സ്റ്റൈലിൽ വരാന് ഉള്ള ഒരു നടത്തമൊക്കെ അറന്നമ്പുരാൻ സ്റ്റൈലിലൊക്കെയാണ് വരുന്നത്. ആ അറന്നമ്പുരാൻ സ്റ്റൈലിൽ തന്നെയാണ് പുള്ളിയുടെ അതിനകത്തിൽ നടത്തം എല്ലാം ഉള്ളത്. അങ്ങനെ ലാലേട്ടന്റെ വ്യത്യസ്തമായ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന ഇവരാണ്. വ്യത്യസ്തമായ ബിഗ് ബോസിലെ കാഴ്ചകളും 7ന്റെ പണികളും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.